എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. അപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് NSSൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ +1 +2 സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ യൂണിറ്റിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിലേക്ക് കുട്ടികളെ എടുക്കുന്നത് ഇൻ്റർവ്യൂ വഴിയാണെങ്കിൽ, ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നടങ്ങിയ ഒരു ടിപ്സ് അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതുപോലുള്ള കൂടുതൽ വിദ്യാഭ്യാസപരമായ അറിവുകൾക്കും വാർത്തകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എൻ്റെ ചാനലിലുള്ള NSSൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടിപ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചാനലിലുള്ള അല്ലെങ്കിൽ ആ വീഡിയോയിലുള്ള ഏകദേശം 50% കാര്യങ്ങളും ഇതിനകത്ത് റിപ്പീറ്റ് അടിച്ച് പറയും. കാരണം ഏതൊരു ഇൻ്റർവ്യൂവിനും ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ആ വീഡിയോയിലും 50%, ഈ വീഡിയോയിലും 50%. ഓക്കെ, ബാക്കി കാര്യങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങളിങ്ങനെയല്ലേ വിചാരിക്കുന്നത്, ആദ്യത്തെ പകുതിയിൽ ഞാൻ കോമൺ കാര്യമായിരിക്കും പറയാം. നിങ്ങൾ NSSൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണേണ്ട, സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊന്നും ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ ഇടയ്ക്കും മുറയ്ക്കും കയറ്റിയേ പറയുള്ളൂ. നിങ്ങളതൊന്നും കൂടെ ഓർത്തോ റിപ്പീറ്റ് ചെയ്തോ, എനിക്ക് കുറച്ച് വാച്ച് അവറും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്കൗട്ട് ആൻഡ് ഗൈഡ് +1 +2 തൊട്ട് ഉള്ള യൂണിറ്റുകളിൽ ഇപ്പോൾ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പ്രോസസ്സ്. ഇപ്പോൾ പുതിയ +1 വിദ്യാർത്ഥികളൊക്കെ വന്ന സ്ഥിതിക്ക്, അപ്പോൾ അതിന് ഇൻ്റർവ്യൂ നടത്തുന്ന സ്കൂളുകളുണ്ട്. ചിലയിടത്ത് റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും, ചിലയിടത്ത് ക്വിസ് പോലെ ആയിരിക്കും, ചിലയിടത്ത് നിങ്ങളെ വർക്ക് ചെയ്യാൻ പറയും, ചിലയിടത്ത് അതായത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വർക്ക് എന്നിട്ട് പുല്ല് പറിക്കാനോ വൃത്തിയാക്കാനോ പറഞ്ഞിട്ട് അത് ചെയ്യിക്കാൻ പറയും. ചിലയിടത്ത് ഇതെല്ലാം കൂടെ നടത്തും, ചിലയിടത്ത് ഇൻ്റർവ്യൂ കൂടി നടത്തും. അങ്ങനെ ഇൻ്റർവ്യൂ കൂടി നടത്തുമെങ്കിൽ അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഇൻ്റർവ്യൂവിനും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കോൺഫിഡൻ്റായി സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾ എത്രത്തോളം ഏതൊരു ഇൻ്റർവ്യൂവിലും ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സിനെ എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്രത്തോളം സ്പീക്കിംഗ് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം നന്നായി സംസാരിക്കാൻ കഴിയും, നിങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സംസാരത്തിലൂടെ കൺവേ ചെയ്യാൻ കഴിയും, അതിനുള്ള കഴിവുണ്ടോ, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏതൊരു ഇൻ്റർവ്യൂവിലും ചെക്ക് ചെയ്യും, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻ്റർവ്യൂവിലും ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതായത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റായിട്ട് വ്യക്തതയോടെ സംസാരിക്കാൻ കഴിയണം. അത് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ കണ്ണാടിയുടെ മുന്നേ പോയി ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചേക്കാം എന്നുള്ള രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ മുമ്പ് പോയി നിങ്ങൾ ഇൻ്റർവ്യൂവിലാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോൺഫിഡൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. അതൊരു ടിപ്പാണ്. ഇത് നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ചെയ്യുക, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പും ചെയ്യുക. ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻ്റർവ്യൂവിന് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി ഓർ സ്കൗട്ട് ആൻഡ് ഗൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള ചോദ്യങ്ങളായി തന്നെ ചോദിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല, ചോദ്യങ്ങളായി തന്നെ ചോദിച്ചേക്കാം. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. വേറെ വഴിയൊന്നുമില്ല, ടിപ്സോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി അത് എന്തിനു വേണ്ടി പഠിക്കണമെന്ന് വെച്ചാൽ രണ്ട് ഉപയോഗമുണ്ട്. നിങ്ങൾക്കൊരു റിട്ടൺ ടെസ്റ്റ് കൂടി ഉണ്ടാവും മിക്ക സ്കൂളുകളിൽ. അത് മിക്കയിടത്തും ക്വിസ് മോഡലായിരിക്കും. അതിന് ചോദിക്കുക സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചാലേ പറ്റത്തുള്ളൂ. സ്കൗട്ട് ആൻഡ് ഗൈഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേ കാര്യം പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് ഉപകാരപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ലെവലുകൾ, അതിലെ വിവിധ പുരസ്കാരങ്ങളെപ്പറ്റി, CM ഷീൽഡ്, രാജ്യ പുരസ്കാരം പറ്റിയുള്ള പുരസ്കാരങ്ങളെപ്പറ്റി ഒക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് മാത്രം പോവുക. റിട്ടൺ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനും രണ്ടിടത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഇതേ പറ്റിയുള്ള നിങ്ങൾക്ക് എക്സാമിനും ഇൻ്റർവ്യൂവിനൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഹിസ്റ്ററി റിലേറ്റഡ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹിസ്റ്ററി റിലേറ്റഡ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അധികം വൈകാതെ തന്നെ അത്തരത്തിലൊരു വീഡിയോ കൂടി ചെയ്യാം. ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിനെ പറ്റി അധികം വീഡിയോസ് ചെയ്യാത്ത കഴിഞ്ഞ വർഷമൊക്കെ സ്ഥിരം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനൊന്നും ഒട്ടും വ്യൂവേഴ്സ് ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ കൂടെ ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും കൂടുതൽ ആളുകൾക്ക് ഇത് വേണമെന്നുള്ളത്. ഓക്കെ, ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡിന് ചെന്നിരിക്കുമ്പോൾ നിങ്ങളോട് ഉറപ്പായിട്ടും മിക്കവാറും നിങ്ങളെക്കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നൽകാൻ പറയും. അത് സ്വാഭാവികമായിട്ട് ഏതൊരു ഇൻ്റർവ്യൂവിനും ചോദിക്കും. ഇവിടെ മാക്സിമം മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ചോദ്യം, ക്ലീഷേ ചോദ്യം, ഏതൊരു ഇൻ്റർവ്യൂവിനും ചോദിക്കും, നിങ്ങൾ എന്തിന് ഇതിൽ ചേരുന്നു, നിങ്ങൾ എന്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേരുന്നു എന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇൻ്റർവ്യൂവിന് പോയിരുന്നാൽ ചോദിക്കും. NSSന് പോയിരുന്നാൽ നിങ്ങൾ എന്തിന് NSS ചേരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വ്യക്തവും കൃത്യവും സത്യസന്ധമാണെന്ന് അവർക്ക് തോന്നുന്നതുമായ നല്ലതുമായ ഉത്തരങ്ങൾ പറയുക.
ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് കമൻറ്റ് ഇട്ടതാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ ഹ്യൂമാനിറ്റീസ് എടുത്തതെന്ന്. ഞാൻ പറഞ്ഞു സയൻസും കൊമേഴ്സും കിട്ടാത്തതുകൊണ്ട് എടുത്തെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനത്തെ ഉത്തരവൊന്നും പറയരുത്. നിങ്ങൾ എന്തിനാ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേരാൻ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ NSSൻ്റെയും SPCയുടെയും ഒക്കെ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വന്ന് കയറി എന്നൊന്നും പറയുമായിരുന്നു. അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുക. ഗ്രേസ് മാർക്കിനൊന്നും പറയരുത്, അറിയാമല്ലോ. ഗ്രേസ് മാർക്ക് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിനായിരിക്കും ഏറ്റവും അധികം ഗ്രേസ് മാർക്ക് കിട്ടുന്നത്. 40 മാർക്കിൻ്റെ ഗ്രേസ് മാർക്ക് കിട്ടും. ഏറ്റവും അധികം ഗ്രേസ് മാർക്ക് കിട്ടുന്ന യൂണിറ്റുകളിലൊന്നാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. അപ്പോൾ ഇത് മോഹിച്ചാണ് വന്നത് എന്നൊന്നും പറഞ്ഞു കളയരുത്. നിങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ താല്പര്യമുണ്ട്, നിങ്ങൾ ഓൾറെഡി സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പ്രിവിലേജ് കിട്ടും ഡെഫിനറ്റ്ലി. ഓക്കെ, ഓൾറെഡി നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിലുണ്ടായിരുന്നു, നിങ്ങൾ രാജ്യ പുരസ്കാരമോ മറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, അത് വേറൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് വന്നു, അതിൻ്റെ കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രവർത്തനങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിലെനിക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാവൂ. അല്ലാതെ ഗ്രേസ് മാർക്കിന് വേണ്ടി വേറൊന്നിലും കിട്ടാത്തതുകൊണ്ട് ചേരാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ പറഞ്ഞു ചേരാൻ അതുകൊണ്ട് ഞാൻ ചേരുന്നു, ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കും, പക്ഷെ പറയരുത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിൽ വളരെയധികം ഇൻട്രസ്റ്റഡായിട്ട് സംസാരിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് കൗണ്ടർ അടിക്കുകയും അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുത്. ഓക്കെ, ഇത് പലപ്പോഴും കാണാറുണ്ട്. മറ്റേ ഈ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവരെ കളിയാക്കുന്ന രീതിയിൽ ചിലർ സംസാരിച്ചു കളയും. അങ്ങനെയുള്ളവർക്ക് കിട്ടൂല, എടുക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ NSSൻ്റെ ഒരു യൂണിറ്റിന് എടുക്കാനുള്ള ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇവൻ ചോദിക്കുന്നതിനൊക്കെ തർക്കത്തരും. നമ്മളെ പുച്ഛം ആയിട്ടങ്ങ് സംസാരിക്കുക. ഇവൻ്റെ ഈ പുച്ഛം കാണുമ്പോഴേ തീരുമാനിച്ചാൽ ഇവനെ എടുക്കണ്ട. കാരണം ഇതിനൊക്കെ വേണ്ടത് സമൂഹത്തോട് നന്നായിട്ട് പെരുമാറാനുള്ള എബിലിറ്റി. നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗൈഡിലായിരുന്നാലും ഏത് ചേർന്നാലും നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് പെരുമാറുന്നുണ്ടോ, മനുഷ്യരെ നന്നായി കൺസിഡർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യും. നിങ്ങളുടെ ഒരു ബിഹേവിയർ ആണ് ഈ ഇൻ്റർവ്യൂവിൽ ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ പുച്ഛത്തോടെ സംസാരിക്കുകയോ ദേഷ്യത്തോടെ സംസാരിക്കുകയോ ഒരു അവഗണനയോടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്കതിൽ കിട്ടില്ല. കാരണം ഇങ്ങനെയല്ല നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് തന്നെ. സോ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, നല്ല രീതിയിൽ സംസാരിക്കണം, പറ്റുമെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. ഓക്കെ, ചിരിച്ചിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, അല്ലാതെ മറ്റേ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കരുത്. അത് പുച്ഛമാണ്, അല്ലെങ്കിൽ ഒരു കളിയാക്കലാണ്, അതൊന്നുമല്ല. നല്ല പുഞ്ചിരിയോടെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. NSSൻ്റെ ഇൻ്റർവ്യൂവിന് വ്യത്യസ്തമായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇൻ്റർവ്യൂവിന് ഫാക്ട്സ് ചോദിക്കും. ഫാക്ട്സ് ചോദ്യങ്ങളായിട്ട് വരും. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ഉത്തരം പറയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളിലുള്ളത് അത് കൃത്യമായി പറയുക. അവിടെ സ്വല്പം ഗ്രേവി ചേർക്കുക. എല്ലാം കറക്റ്റായിട്ട് പറയരുത്. എന്തിനു വന്നെന്ന് ചോദിച്ചാൽ 90% ആളുകളും ഗ്രേസ് മാർക്കിന് വേണ്ടി വന്നു, പക്ഷേ അതവിടെ പറയരുത്, പറയാൻ പാടില്ല. കാരണം നമുക്ക് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ദെൻ ചേരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉറപ്പിക്കുക, ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടായിരുന്നാലും എന്തിനു വേണ്ടിയിട്ടായിരുന്നാലും ചെന്ന് കയറി കൊടുത്താൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് നല്ല പാടുള്ള പണിയാണ്. നമ്മൾ വേറെ ഒരു യൂണിറ്റ് പറയും പോലെയല്ല, നല്ല പാടാണ്. ഒരുപാട് എഴുതാനും പ്രബന്ധങ്ങൾ ഉണ്ടാക്കാനും ചാർട്ടുകൾ വരയ്ക്കാനും, അങ്ങനെ എക്സാം എഴുതാൻ വരെ റിട്ടൺ എക്സാം എഴുതി പാസ്സായാലും നിങ്ങൾക്ക് അവസാനം സർട്ടിഫിക്കറ്റ് ആയിട്ട് ഗ്രേസ് മാർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ അതേപ്പറ്റി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേരാവൂ. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, അവരെ പുച്ഛിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്തിനകത്ത് വന്നു എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർ ഫുൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ വന്നത് എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ പണിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും. അതങ്ങനെ കഴിയും, ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് വന്നത് എന്ന് നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ സംസാരിച്ച് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അടുത്ത കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചാലേ പറ്റൂ. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഹിസ്റ്ററി, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ, കറണ്ട് അഫയേഴ്സ്, ഈ 3 കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ചോദ്യങ്ങളുണ്ടാവും, റിട്ടൺ ടെസ്റ്റിനും ചോദിക്കും, ഇൻ്റർവ്യൂവിനും ചോദിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും പറയുന്നതാണ്. ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് കമൻറ്റ് ബോക്സിൽ NSSൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് കമൻറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റി എന്തൊക്കെ വേണമെന്നൊന്ന് വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമോ, എൻ്റെ റിട്ടൺ ടെസ്റ്റിനെ പറ്റി വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നു. സോ അതുകൊണ്ട് ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തും സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒക്കെ
വിളിച്ച് ചോദിച്ച് സംസാരിച്ച് നോട്ട് ഉണ്ടാക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മേ ബി ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടായേക്കാം. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ബിക്കോസ് ഞാൻ ഇതുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ളതോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേർന്നിട്ടുള്ള ഒരാൾ പോലും അല്ല ഞാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയതും അറിഞ്ഞതുമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൂടി മനസ്സിൽ വെച്ചേക്കുക. സോ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ റിട്ടേൺ ടെസ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ അത് പറയാം. SPC റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കുക. വേറെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ എല്ലാം പോവും, എന്ത് വേണമോ ചെയ്തു തരും. ഓക്കെ, റെഡി ഫോർ എനിത്തിങ് കെൽവിനേറ്ററാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വലിയ ഉപകാരമായിരിക്കും. ടാറ്റാ, ബൈ ബൈ.